നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. നെയ്തലക്കാവിലമ്മയെ ശിരസിലേറ്റി കൊമ്പൻ എറണാകുളം ശിവകുമാർ. പാവറട്ടി തിരുനാൾ വെടിക്കെട്ട് ഒഴിവാക്കി. പുത്തൂർ മന്നാമംഗലം റോഡിലെ ഇരുവശത്തെയും പുൽക്കാടുകൾ വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. നടപടിയെടുക്കാതെ ഉദ്യോഗസ്ഥർ. വെടിക്കെട്ടിൽ ഇന്ദ്രജാലം തീർക്കുന്ന കലാകാരൻ മുണ്ടത്തിക്കോട് പന്തലങ്ങാട്ട് സതീശന്റെ മൃതദേഹം മുണ്ടത്തിക്കോട് DVLP സ്കൂളിൽ പൊതുദർശനത്തിന് വച്ചു. 46 വയസ്സായിരുന്നു. വാർത്തകൾ വിശദമായി. നെയ്തലക്കാവിലമ്മയെ ശിരസിലേറ്റി കൊമ്പൻ എറണാകുളം ശിവകുമാർ. തെക്കേ ഗോപുര നട തുറന്ന് തൃശൂർ പൂര വിളംബരം നടത്തി. തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ച് തെക്കേ ഗോപുര നട തുറന്നു. നെയ്തലക്കാവിലമ്മയെ ശിരസിലേറ്റി കൊമ്പൻ എറണാകുളം ശിവകുമാർ. ശക്തന്റെ തട്ടകം ഇനി പൂരാവേശത്തിൽ. പാറമേക്കാവ് തിരുവമ്പാടി ദേശക്കാരുടെ ബഹുനില പന്തലുകളും ചമയ പ്രദർശനങ്ങളും കാണാൻ നിരവധി പൂരപ്രേമികൾ കടുത്ത ചൂടിലും പ്രദർശനത്തിനെത്തി. വെടിക്കെട്ട് നിർമ്മാണ സ്ഥലത്തെ അപകടങ്ങൾ പൂരാഘോഷത്തിന്റെ ദുഃഖത്തിന്റെ നിഴൽ വീഴ്ത്തിയെങ്കിലും ആചാരപ്പെരുമയിൽ തൃശൂർ പൂരം 26-ന് കെങ്കേമമായി നടക്കുന്നു. സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റൊരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഘടകപൂരങ്ങളുടെ സമയക്രമമറിയാം. സാമ്പിൾ വെടിക്കെട്ട്, പ്രധാന വെടിക്കെട്ട്, പകൽ വെടിക്കെട്ട് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. ജനത്തിരക്ക് നിയന്ത്രിക്കാൻ ഘടകപൂരങ്ങളുടെയും പ്രധാന പൂരങ്ങളുടെയും വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനവും പുറത്തു കടക്കലും മുൻപ് നിശ്ചയിച്ച പ്രകാരമാണ് നടക്കുക. ഘടകപൂരങ്ങളുടെ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം, പുറത്തു കടക്കൽ സമയങ്ങൾ അറിയിക്കാം. 26-ാം തീയതി കണിമംഗലം ദേശം ക്ഷേത്രത്തിനകത്തേക്ക് രാവിലെ 7:05-നും പുറത്തേക്ക് 8:15-നും വൈകിട്ട് രാത്രി 8-നും പുറത്തേക്ക് 9-നും. കാരമുക്ക് ദേശം രാവിലെ 8:15-നും രാത്രി 9 മണിക്കുമാണ്. ചെമ്പുക്കാവ് ദേശം രാവിലെ 8:45-നും രാത്രി 9:30-നുമാണ്. പനമുക്കുംപുള്ളി ദേശം രാവിലെ 8:45, രാത്രി 9:30. ലാലൂർ ദേശം രാവിലെ 8:45-നും വൈകിട്ട് 9:30-നുമാണ്. ചൂരക്കാവ് ദേശം രാവിലെ 9:15-നും രാത്രി 10-നും. അയ്യന്തോൾ ദേശം രാവിലെ 11:45-ന് പുറത്തേക്കും 9:45-ന് അകത്തേക്കും രാത്രിയിൽ 11 മണിക്കും പുറത്തേക്ക് രാത്രി 12:30-നും കടക്കും. നെയ്തലക്കാവ് ദേശം രാവിലെ 10:45-നും വൈകിട്ട് രാത്രി 12-നുമാണ്. പാറമേക്കാവ് ദേശം ഉച്ചയ്ക്ക് 12-ന് ക്ഷേത്രത്തിനകത്തേക്ക് കടന്ന് പുറത്തേക്ക് രാത്രി 7 മണിക്കാണ്. വൈകിട്ട് രാത്രി 10:30-ന് കടന്ന് പുലർച്ചെ 2-ന് പുറത്തേക്ക് കടക്കും. തിരുവമ്പാടി ദേശം രാവിലെ 7:30-നും രാത്രിയിൽ 11 മണിക്കുമാണ്.
പകൽപൂരം 27-ാം തീയതി പാറമേക്കാവ് ദേശം ക്ഷേത്രത്തിനകത്തേക്ക് രാവിലെ 7:30 പ്രവേശിക്കും. പുറത്തേക്ക് 11:30 തിരുവമ്പാടി ദേശം ക്ഷേത്രത്തിനകത്തേക്ക് രാവിലെ 8 പുറത്തേക്ക് ഉച്ചയ്ക്ക് 12 കടക്കുന്നതായിരിക്കും. തൃശൂർ പൂരത്തിന്റെ പ്രധാന പങ്കാളി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളിലേക്ക് തൃശൂർ അതിരൂപത മെത്രാൻ മാർ ആൻഡ്രൂസ് താഴത്ത്, സഹായ മെത്രാൻ ടോണി പിതാവ് എന്നിവർ സന്ദർശനം നടത്തി. സെക്രട്ടറി ഗിരീഷ്, പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ്, പ്രസിഡന്റ് ബാലഗോപാലൻ, അസിസ്റ്റന്റ് സെക്രട്ടറി നന്ദകുമാർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. എല്ലാ പങ്കും രണ്ട് കലാകാരന്മാരും ഇവിടെ വന്ന് സമർപ്പിക്കുകയും റെസ്പെക്ട് പറയുന്നതിലേക്ക് പൊതുവാണ്. അതുപോലെ തന്നെ അവിടെ ഞങ്ങൾ ഭക്ഷണം നൽകി സ്വീകരിക്കുന്നു. അതാണ് തൃശ്ശൂരിൻ്റെ തിലകക്കുറി എന്ന് പറയുന്നത്. ഈ മതസൗഹാർദ്ദം എന്നുള്ളത് അതിന് വലിയൊരു പങ്ക് കിട്ടുന്നത് നമ്മുടെ താഴത്തുള്ളതാണ്. അദ്ദേഹത്തിനോട് പ്രിയമായിട്ട് പരാതിയുടെ പ്രിയപ്പെട്ടവരെ, തൃശ്ശൂരിനെ തൃശ്ശൂരാക്കും, തൃശ്ശൂർ വീടാണ്, പൂരമില്ലെങ്കിൽ തൃശ്ശൂരില്ല. അപ്പോൾ തിരുവമ്പാടി ആണെങ്കിലും പാറമേക്കാവ് ആണെങ്കിലും ദേവസ്വങ്ങൾ പ്രത്യേകിച്ച് തൃശ്ശൂരിൻ്റെ മതസൗഹാർദ്ദത്തിൽ ബസ്മിക്ക പുറത്തുപള്ളി ആണെങ്കിലും ഊർത്തുപള്ളി ആണെങ്കിലും മുസ്ലിം ഹൗസ് ആണെങ്കിലും എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും പൊന്നത്തായ ആണെങ്കിലും എല്ലാവരും സഹകരിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഞാനിപ്പോൾ 22ാമത്തെ വർഷമാണ് ഇവിടെ പൂരത്തിന് ആശംസകൾ നേർന്നുണ്ട്. തിരുവമ്പാടിയിലും പാറമേക്കാവ് 2 സ്ഥലത്തും പോകാറുണ്ട്. അപ്പോൾ ഇത്തവണത്തെ മുടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൻ്റെ ദുഃഖം എല്ലാവർക്കും ഉണ്ട്. ഞാനും അവിടെ ആശുപത്രിയിൽ പോയി രോഗികളെ കാണുകയും പ്രത്യേകിച്ച് മോർച്ചറിയിൽ പോയി കണ്ടതിനൊക്കെ എന്നെ ഇപ്പോഴും വേദനയുണ്ട്. അവിടെ തൊട്ടടുത്തുള്ള കുട്ടമുളം പള്ളിയിൽ അവിടുത്തെ ജില്ലകളൊക്കെ പോയിട്ടുണ്ട്. അവിടുത്തെ ഈ സതീശൻ മരിച്ചതറിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കാര്യമില്ല. കാരണം അവിടുത്തെ അച്ഛനും സതീശനും ഇല്ലാതെ ഉച്ചയ്ക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് അവർക്ക് പോയി സതീശൻ ഇന്നലെ മരിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ആ മരണത്തിനും വേണ്ടിക്കാണ് വളരെ വലിയ ദുഃഖം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ തൃശ്ശൂരിൻ്റെ ദുഃഖം ആചാര സംരക്ഷണമായി പൂരം നടത്തണമെന്നുള്ളതാണ്. എന്നാൽ തന്നെയും അതായത് പൂരമില്ലെങ്കിൽ തൃശ്ശൂരില്ല. അതുകൊണ്ട് അതിൻ്റെ ആചാരത്തോട് മിനിമത്തിലെങ്കിലും തൃശ്ശൂർ പൂരം നടത്തണമെന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. അത് ആ മിനിമത്തിലാണ് നടത്തുന്നത് മനസ്സിലാക്കുന്നത്. പിന്നെ ഇവിടുത്തെ വെടിക്കെട്ട് ഇല്ലാതായപ്പോൾ ഉടനെ പാവത്തിയിലെ പള്ളിയിൽ അതിൻ്റെ നവീകരണം നടത്തി വെച്ചിരിക്കാനേ പോകുന്നത്. അവിടെയും വെടിക്കെട്ടില്ല എന്നവർ തീരുമാനിച്ചു. അതിലെനിക്കും എൻ്റെ അഭിപ്രായം തന്നെയും. കാരണം എല്ലാവരും ദുഃഖത്തിന് പങ്കുചേരണം, ഒപ്പം സന്തോഷത്തിന് പങ്കുചേരണം. അതാണ് മതസൗഹാർദ്ദം. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷങ്ങളൊക്കെ ടോണി പിതാവും ഞാനും കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം, അപകടം നടന്ന ഉടനെ ഞങ്ങൾ വിളിച്ചത് പിതാവിനെ, ടോണി പിതാവിനെ. അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിൽ തന്നെ എല്ലാവരെയും ട്രീറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഗ്രൂപ്പ് ലിമിറ്റിനോട് വന്ന്. അപ്പോൾ 2 പേരെയും വിളിച്ചു. 2 പേരും എല്ലാ സൗകര്യങ്ങളും ഗ്രൂപ്പ് ലിമിറ്റിൽ തയ്യാറാക്കി ഞങ്ങൾക്ക് എത്ര ആൾക്കാരെയും വേണമെന്നുള്ളതാണ് പറഞ്ഞു. എല്ലാ സഹായവും നൽകി. അതുപോലെ തന്നെയാണ് 2006 പാറമേക്കാവിലെ വെടിക്കെട്ടവിടെ വന്നപ്പോൾ എനിക്ക് തോന്നാൻ നാട്ടുപിതാവിനെ കോൺപിതാവിനെ കണ്ട് പറഞ്ഞ് അവിടെ കുറേ പേരെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സ്പിരിറ്റ്. കോൺപിതാവിനെ പ്രത്യേകിച്ച് പാറമേക്കാവ് സത്താകാരം കൂടി ചെറുപ്പം എൻ്റെ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചോളാം. മനസ്സിലൂടെ നിൽക്കുന്നത് നമ്മുടെ എക്സിബിഷൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ഞങ്ങൾ 3 പേരും ഒരുമിച്ച് ക്രിക്കറ്റൊക്കെ കളിച്ച് നടന്നിട്ടുള്ളവരാണ്. ഈ പൂരത്തിൻ്റെ പറമ്പിലാണ്
ഞാനൊക്കെ വളർന്നിരിക്കുന്ന എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ പൂരം കൂടിയാണ്. ആ വലിയ സന്തോഷമുണ്ട്. എങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു വെടിക്കപ്പെട്ട അപകടത്തിൻ്റെ വലിയൊരു വേദനയുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള വേദനകളും അപ്രതീക്ഷിതമായിട്ടുണ്ടാകുമ്പോഴാണ് ശരിക്കും നമുക്ക് ഈശ്വരനെ വിളിക്കാൻ തോന്നുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അവസരങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കാനും കൂടുതൽ ഒരുമിച്ച് നിൽക്കാനുമുള്ള സമയമാണ് ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് ഈ പൂരത്തിനോട് ഈ ആചാരങ്ങളോടൊക്കെ ചേർന്നിരിക്കുകയാണ്. തട്ടിൽ പിതാവിൻ്റെ സത്യത കഴിഞ്ഞ ദിവസം എല്ലാ പ്രാവശ്യവും തട്ടിൽ പിതാവ് പറയുന്നത് പൂരത്തിൻ്റെ വെടിക്കെട്ടിൻ്റെ സമയത്താണ് 10ാമത്തെ മകനായ ഞാൻ ജനിച്ചത്. ഇപ്പോഴും പറഞ്ഞു. തൃശൂർ പൂരം 2026 ഗതാഗത നിയന്ത്രണങ്ങളുണ്ട്. 2026 ഏപ്രിൽ 26, 27 തീയതികളിൽ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സ്വരാജ് റൌണ്ടിലും സമീപ റോഡുകളിലും വടക്കുന്നാഥ ക്ഷേത്ര പരിസരത്തും ശനിയാഴ്ച അർദ്ധരാത്രി മുതൽ തിങ്കളാഴ്ച പകൽ പൂരം കഴിയുന്നതുവരെ വാഹന പാർക്കിംഗ് അനുവദിക്കുന്നതല്ല. അത്യാവശ്യ ഘട്ടങ്ങളിലൊഴികെ പൊതുജനങ്ങൾ സ്വകാര്യ വാഹനങ്ങളിൽ നഗരത്തിലേക്ക് വരുന്നത് പരമാവധി ഒഴിവാക്കേണ്ടതാണ്. പൂരവിളംബരത്തിൽ വിശറികളുടെ കുടമാറ്റം. തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള പൂരം വിളംബരത്തിനായി വടക്കുന്നാഥന്റെ തെക്കേ ഗോപുരനടയിൽ കാത്തുനിന്ന ആയിരക്കണക്കിന് ജനങ്ങളുടെ കയ്യിൽ ഒരേ താളത്തിൽ ഒരേ വേഗതയിൽ പ്രവർത്തിക്കുന്ന വിശറി ഏറെ ഭംഗിയും കൗതുകമുണർത്തുന്നതും ആയിരുന്നു. കനത്ത ചൂടിലും ആവേശം തെല്ലുമുരുകിപ്പോകാത്ത വിധമായിരുന്നു പൂരാസ്വാദകരുടെ സാന്നിധ്യം. ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഉണ്ടായിട്ടും മണിക്കൂറുകളോളമാണ് ജനങ്ങൾ ഗജരാജൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരനട തള്ളി തുറന്നത് വരുന്നത് കാണാൻ കാത്തുനിന്നത്. എല്ലാ വർഷത്തെയും പോലെ പല കമ്പനികളുടെയും പരസ്യം പതിച്ച വിശറികൾ ചൂടിന് തെല്ലാശ്വാസം പകർന്നു. വാർത്തകളിനി ഇടവേളയ്ക്ക് ശേഷം. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം, കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല.
വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. പാവറട്ടി തിരുനാളിന്റെ വെടിക്കെട്ട് ഒഴിവാക്കി. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. വെടിക്കെട്ടിൽ ഇന്ദ്രജാലം തീർക്കുന്ന കലാകാരൻ മുണ്ടത്തിക്കോട് പന്തലങ്ങാട്ട് സതീഷിന്റെ മൃതദേഹം മുണ്ടത്തിക്കോട് DVLP സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. 46-ാം വയസ്സിലായിരുന്നു അന്ത്യം. അന്തിമോപചാരമർപ്പിക്കാൻ നാനാതുറകളിൽ നിന്നുള്ളവരെത്തി. മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു, മുൻമന്ത്രി CV സുനിൽകുമാർ, സേവ്യർ ചുറ്റിലപ്പള്ളി, CPM ജില്ലാ സെക്രട്ടറി MV അബ്ദുൽ ഖാദർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് PN വൈശാഖ്, KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്, DCC സെക്രട്ടറിമാരായ K അജിത് കുമാർ, NR സതീശൻ, അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, പൂരം പ്രതിനിധികൾ തുടങ്ങി ഒട്ടേറെ പേർ അന്തിമോപചാരമർപ്പിച്ചു. ഉച്ചയ്ക്ക് 2 വരെ പരേതന്റെ വസതിയിലും പൊതുദർശനത്തിന് വെച്ചു. തുടർന്ന് സംസ്കാര ചടങ്ങുകൾ നടന്നു. ജില്ലയിൽ 2027 സെൻസസിന്റെ ആദ്യഘട്ടമായി വീടുകളുടെ പട്ടിക തയ്യാറാക്കലുമായി ബന്ധപ്പെട്ട് ജില്ലാ, താലൂക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലത്തിൽ നിർവഹണ ഉദ്യോഗസ്ഥർക്കും ഇതര ജീവനക്കാർക്കുമായി പരിശീലന പരിപാടി തുടങ്ങി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സെൻസസ് അസിസ്റ്റന്റ് ഡയറക്ടർ C രാജ്കുമാർ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ MP സജിത എന്നിവർ നേതൃത്വം നൽകി. ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെ പ്രാരംഭഘട്ടമായ ഭവന പട്ടിക തയ്യാറാക്കൽ നടക്കും. പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം 2026 ജൂൺ 16 മുതൽ 30 വരെ ലഭിക്കുന്നതാണ്. ജില്ലയിൽ ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ സാധ്യത അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സമയത്ത് പൂരത്തിൽ പങ്കെടുക്കുന്ന പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കഴിഞ്ഞ വർഷം പൂരം നാളിൽ നിർജ്ജലീകരണം മൂലം 300ഓളം പേർ ആരോഗ്യവകുപ്പിന്റെ പവലിയനിൽ വൈദ്യസഹായം തേടി 150 പേർക്ക് കിടത്തി ചികിത്സ നൽകി. ദാഹം തോന്നിയില്ലെങ്കിലും കൃത്യമായി ഇടവേളകളിൽ വെള്ളം കുടിക്കണം. ഉപ്പിട്ട നാരങ്ങ വെള്ളം, കഞ്ഞിവെള്ളം ഉൾപ്പെടെ 7 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം പൂരപ്പറമ്പിൽ എത്തുന്നതിന് മുൻപ് കുടിക്കേണ്ടതാണ്. കുട, തൊപ്പി, പാദരക്ഷകൾ ധരിക്കുക. മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ നിർജ്ജലീകരണം കൂടാൻ സാധ്യതയുണ്ട്. പ്രായമായവരും ചർമ്മരോഗമുള്ളവരും കുട്ടികളും തുടങ്ങി പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലുള്ളവർ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. കട്ടി കുറഞ്ഞതും ഇളം നിറത്തിലുള്ളതുമായ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. കൃത്യമായ ഇടവേളകളിൽ തണലിൽ വിശ്രമിക്കുകയും ശരീരം തണുപ്പിക്കുകയും ചെയ്യുക. ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക, മാനസിക ബുദ്ധിമുട്ടുകൾ തോന്നിയാൽ ഉടൻ തന്നെ അടുത്തുള്ള മെഡിക്കൽ ടീമിന്റെ സേവനം പ്രയോജനപ്പെടുത്തേണ്ടതാണ്.
പൂരം കൺട്രോൾ റൂമിന്റെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് 0487222003 0487221552. ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററിലെ നമ്പർ 1077. പുത്തൂർ മാന്നാമംഗലം റോഡിലെ ഇരുവശത്തെയും പുൽക്കാടുകൾ വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. നടപടിയെടുക്കാതെ ഉദ്യോഗസ്ഥർ. പുത്തൂർ മാന്നാമംഗലം റോഡിന് ഇരുവശത്തും വളർന്നു നിൽക്കുന്ന പുൽക്കാടുകളാണ് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നത്. പല സ്ഥലത്തും റോഡിലേക്ക് കയറി വളർന്നു നിൽക്കുന്നതിനാൽ വലിയ വാഹനങ്ങൾക്ക് സൈഡ് നൽകാനും കാൽനട യാത്രക്കാർക്ക് വാഹനങ്ങൾ വരുമ്പോൾ അരികിലേക്ക് ഒതുങ്ങി നിൽക്കുന്നതിനും കഴിയാത്ത അവസ്ഥയാണ്. ഇത്തരം പുൽക്കാടുകൾ മൂലം ഇടറോഡിൽ നിന്നും കയറുന്ന ചെറുവാഹനങ്ങളെ പ്രധാന റോഡിലൂടെ വരുന്ന മറ്റു വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് പരസ്പരം കാണാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇത് പലപ്പോഴും അപകടങ്ങൾക്ക് വഴിവെക്കുന്നു. റോഡിന് ഇരുവശത്തും പല സ്ഥലത്തും വ്യാപകമായി കന്നുകാലികൾക്ക് ആവശ്യമായ തീറ്റപ്പുൽ കൃഷി നടത്തുന്നതും വാഹനയാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നുമുണ്ട്. സ്കൂൾ തുറന്നാൽ നിരവധി വിദ്യാർത്ഥികൾ കാൽനടയായി സഞ്ചരിക്കേണ്ട സ്ഥലങ്ങളിൽ പോലും നിലവിൽ കാട് പിടിച്ച അവസ്ഥയാണ്. ഇത്തരത്തിൽ റോഡിനിരുവശത്തെയും കാട് വളർന്നതോടെ റോഡിലെ മുന്നറിയിപ്പ് ബോർഡുകൾ കാണാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇത്തരം സ്ഥലങ്ങളിൽ ഇഴജന്തുക്കളുടെ ശല്യവുമുണ്ട്. കാട് വളർന്നു നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ മാലിന്യം തള്ളുന്നതും പതിവായി മാറിയിട്ടുണ്ട്. ഇതിനെല്ലാം പരിഹാരമായി പഞ്ചായത്തോ പൊതുമരാമത്ത് വകുപ്പോ സന്നദ്ധ സംഘടനകളോ ഇടപെട്ട് റോഡിലേക്ക് വളർന്നു നിൽക്കുന്ന പുൽക്കാടുകൾ വെട്ടി വൃത്തിയാക്കണമെന്നും റോഡരികിൽ വാഹനങ്ങൾക്ക് തടസ്സമാകുന്ന തരത്തിൽ തീറ്റപ്പുൽ കൃഷി നടത്തുന്ന വ്യക്തികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് യാത്രക്കാരുടെ ആവശ്യം. ഇടവേള. സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. +2 വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് മാർച്ച് 31 മുതൽ നീറ്റ് പരീക്ഷയുടെയും BSc നഴ്സിംഗ് കർണാടക പരീക്ഷയുടെയും എൻട്രൻസ് കോച്ചിംഗ് തികച്ചും സൗജന്യമായി നൽകുന്നു. കർണാടകയിലെ നവോദയ മെഡിക്കൽ കോളേജും തൃശൂരിലെ ലോഗോസ് അക്കാദമിയും സംയുക്തമായാണ് സൗജന്യ എൻട്രൻസ് പരിശീലനം നൽകുന്നത്. ഈ അവസരം പാഴാക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ലോഗോസ് അക്കാദമി, ടെമ്പിൾ സ്ക്വയർ ബിൽഡിംഗ്, AR മേനോൻ റോഡ്, നായ്ക്കനാൽ, തൃശൂർ. ഫോൺ 9447063440, 9447063840. വാർത്തകൾ തുടരുന്നു. ദേശീയപാത കുട്ടനല്ലൂരിൽ ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം തെറ്റിയ ലോറി കാറിലിടിച്ച അപകടം. ആർക്കും പരിക്കില്ല. കുട്ടനല്ലൂർ മേൽപ്പാലത്തിന് മുകളിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:30യോടെയാണ് അപകടം. പെരുമ്പാവൂരിൽ നിന്ന് കുടിവെള്ളം കയറ്റി തൃശൂരിലേക്ക് വരികയായിരുന്ന ലോറിയുടെ മുൻഭാഗത്തെ ടയറാണ് പൊട്ടിയത്. നിയന്ത്രണം തെറ്റിയ ലോറി ഇതേ ദിശയിൽ പോയ കാറിൽ ഇടിക്കുകയായിരുന്നു. ലോറി ഇടിച്ചതോടെ കാർ ദേശീയപാതയുടെ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി. ഡിവൈഡറിനും ലോറിയുടെയും ഇടയിൽപ്പെട്ട കാറിൽ നിന്നും കാർ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഒല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മനം പോലെ മംഗല്യത്തിന് സെറാഫിന്റെ മനമറിഞ്ഞ പൊന്ന്. പാണഞ്ചേരി പഞ്ചായത്തിലെ ചിറക്കുന്നിൽ കിഴക്കുംപാട്ടുകര കൊച്ചനിയൻ ഉഷ ദമ്പതികളുടെ മകൾ ജ്യോതികയുടെ വിവാഹത്തിനാണ് സെറാഫ് സ്വർണം നൽകിയത്. സെറാഫ്സിന്റെ വിവാഹ ധനസഹായ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 ലക്ഷം രൂപയുടെ സ്വർണമാണ് നൽകിയത്. വിവാഹ വീട്ടിൽ നടന്ന ചടങ്ങിൽ സെറാഫ് പ്രസിഡന്റ് ഫാദർ CM രാജു ജ്യോതികയ്ക്കും മാതാപിതാക്കൾക്കും സ്വർണം കൈമാറി.
ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ സമാനതകളില്ലാതെ കാരുണ്യ പ്രവർത്തനം നടത്തിവരുന്ന സെറാഫ് ഈ വർഷം 5 പെൺകുട്ടികളുടെ വിവാഹത്തിനായി സ്വർണം നൽകും. ജനറൽ കൺവീനർ എബ്രഹാം നാഞ്ചിറ, പഞ്ചായത്ത് അംഗം ജിജി മാധവൻ, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ജോസ് ടി എസ്, ഷിബു, ഷാജി ടി എസ്, അഖിൽ ജോസ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. അതിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. എല്ലാം ഭംഗിയാവട്ടെ, എൻ്റെ ജീവിതം നടത്തെ. മുത്തശ്ശിയെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തി സ്വർണം കവർന്ന കേസിൽ കൊച്ചുമകന് ജീവപര്യന്തം തടവും പിഴയും. വല്ലച്ചിറ വില്ലേജ് കടലാശ്ശേരി ദേശത്ത് തറവാട്ട് വീട്ടിൽ തനിച്ചു താമസിച്ച 78-കാരിയെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിലാണ് കൊച്ചുമകന് തടവ് ശിക്ഷ ലഭിച്ചത്. കടലാശ്ശേരി ഊമൻപിള്ളി വീട്ടിൽ ഗോകുൽ എന്ന കണ്ണനെയാണ് തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി കെ ഖമനീസ് ശിക്ഷിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. നെയ്തലക്കാവിലമ്മയെ ശിരസിലേറ്റി കൊമ്പൻ എറണാകുളം ശിവകുമാർ. പാവറട്ടി തിരുനാൾ വെടിക്കെട്ട് ഒഴിവാക്കി. പുത്തൂർ മന്നാമംഗലം റോഡിലെ ഇരുവശത്തെയും പുൽക്കാടുകൾ വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. നടപടിയെടുക്കാതെ ഉദ്യോഗസ്ഥർ. വെടിക്കെട്ടിൽ ഇന്ദ്രജാലം തീർക്കുന്ന കലാകാരൻ മുണ്ടത്തിക്കോട് പന്തലങ്ങാട്ട് സതീശന്റെ മൃതദേഹം മുണ്ടത്തിക്കോട് DVLP സ്കൂളിൽ പൊതുദർശനത്തിന് വച്ചു. 46 വയസ്സായിരുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.